ഹായ്, നമസ്കാരം. ബോപ്പയാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞാൻ വഴിയോരത്തെ നമ്മൾ പട്ടിയേറ്റം മൂവാറ്റുപുഴ റൂട്ടിൽ വഴിയോരത്തെ മുസ്ലിം പള്ളിയുടെ സൈഡിലായിട്ട് ഒരു ചേച്ചിയെ കണ്ടു. ആ ചേച്ചി കുറച്ച് മുട്ടയും അതുപോലെ തന്നെ ചീരയും വിൽക്കുന്നതായിട്ട് കണ്ടേ. അപ്പൊ നമുക്ക് ആ ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ചേച്ചി നമസ്കാരം. മൈക്ക് പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ. പേരൊന്ന് പറഞ്ഞേ. പേര് സുശീല. സുശീല. അപ്പൊ ചേച്ചി എത്ര നാളായി ഇവിടെ? ഞാൻ ഇത് തുടങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് 9 മാസം. ഇതാരാ? ഹസ്ബൻഡ്. ചേട്ടന്റെ പേരെന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് അടുത്തുവാ കട, സ്വന്തമായിട്ട് കടകളുള്ളൂ. പേര് പറ. എന്റെ പേര് കുഞ്ഞുമോൻ. അപ്പൊ നിങ്ങൾ എത്ര നാളായി പറഞ്ഞേ? 9 മാസമേ ഇവിടെ വന്നിട്ട്. അതെല്ലേ. മുട്ടയും അതുപോലെ നല്ല നാടൻ പച്ചക്കറികളൊക്കെ. പച്ചക്കറി ഉണ്ടോ? പച്ചക്കറി ചെയ്യുന്നുണ്ടോ? പച്ചക്കറി ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടിയ ചെറിയൊരു സംരംഭമാണ്. അപ്പൊ അത്യാവശ്യം കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. വീട് എവിടെയാ? വീട് നമ്മുടെ വൈറ്റിലാണ്. അതല്ലേ. അപ്പൊ ചീരയും മുട്ടയും മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങള് ഇവിടെ ഏത് സമയത്താ വരണം? ഈ സമയത്താണ് 3 മണി വരൂല്ലേ? എല്ലാ ദിവസവും ഉണ്ടോ? ഞായറാഴ്ച ദിവസങ്ങളുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ എത്ര മണിയോട് കച്ചവടം തീരും? 7:30 മണിയാവും. ഫുള്ളായിട്ട് തീരും തീർച്ചയായിട്ടും അല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പൊ ചീരയാണോ? നല്ല ചീരയാണോ? ഈ ചീരക്ക് എന്ത് പേര് പറയണേ? സ്വർണ്ണ ചീര. സാധാ അങ്ങനെ പേരുള്ളൂ, എല്ലാവരും അങ്ങനെ കോമൺ ആയിട്ടുള്ള പേരുള്ളൂ അല്ലേ? മുട്ട അത് സിൽക്കിയാണ്. പച്ചച്ചീരനെ സിൽക്കി എന്ന് പറയണം. അതെ, സിൽക്കി. അതെ. ഇതിപ്പോ ഇത് എത്ര കിലോ ഉണ്ടാവും? മൊത്തം എത്ര കിലോ നമ്മൾ കൊണ്ടുവരാറുണ്ട്? കിട്ടുന്നതനുസരിച്ച് 40 കിലോ അടിക്കാൻ കൊണ്ടുവരും. അതെ. മുട്ട ഈ താറാമുട്ടയാണോ? താറാമുട്ട. അപ്പൊ ഈ നമ്മള് പറഞ്ഞ പോലെ തന്നെ പട്ടിയമറ്റം മൂവാറ്റുപുഴ റോഡില് ഈ സ്ഥലത്തിന്റെ പേര് ശരിക്കുള്ള പേരെന്ന് പറഞ്ഞു മുസ്ലിം പള്ളി ചിറങ്ങര എന്നുള്ള സ്ഥലത്താണ്. അപ്പൊ ഈ മുസ്ലിം പള്ളിയുടെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇതുവഴി പോകുന്നവർ തീർച്ചയായിട്ടും ഇവരുടെ ഈ നല്ല ഫ്രഷ് ചീരയാണ്, അതുപോലെ താറാമുട്ടയുണ്ട്. ഇവരുടെ ഈ ചീരയും അതുപോലെ തന്നെ മുട്ടയും നിങ്ങൾ വാങ്ങിച്ച് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം. ഓക്കെ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരു ചീര മേടിക്കാം. ഞങ്ങൾ ചീര കഴിക്കുന്ന. അപ്പൊ എനിക്ക് 2 കിലോ ചീര വേണം. ഏതാ? ഇത് പച്ച ചീര. രണ്ടെണ്ണം. ഇങ്ങനെയാണ് കൊടുക്കണല്ലേ? കെട്ടിനാണ് കൊടുക്കണല്ലേ? ഇങ്ങനെ കെട്ടിനാട്ടോ കൊടുക്കണത്. ഇങ്ങനെ കെട്ടിന് എത്ര രൂപയാണ്? 30 രൂപ. 30 രൂപയാണ് കെട്ടിന്. 30 രൂപ കെട്ടിന്. അപ്പൊ ഞാൻ എന്തായാലും 2 കെട്ട് മേടിക്കുകയാണ്. ചീര മേടിച്ച ചീര ഇതും കൂടെ എടുത്തോട്ടോ. 2 മേടിച്ചിട്ടുണ്ട് ചേച്ചി. 2 മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് വീഡിയോ പറഞ്ഞ പോലെ തന്നെ പോകുന്നവര് ചേച്ചിയുടെ ഹസ്ബൻഡിനെ സഹായിക്കണം. ചേട്ടാ ചീര മേടിച്ചോട്ടോ.